ഗാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ മാറ്റിയവരാണ് പഴയ കമ്മ്യൂണിസ്റ്റുകാർ എന്നതിൽ ആർക്കും തർക്കമില്ല. അങ്ങനെയാണ് വിപ്ലവ ഗാനങ്ങളെല്ലാം പിറവിയെടുത്തതും. പക്ഷെ ഇന്ന് ഒരു ഗാനം കൊണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാരുടെയും മേലിൽ ചാരി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണവർ. അതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തെ ചൊല്ലിയുള്ള വിഷയം ആ യോഗം ചർച്ച ചെയ്യുമെന്നും ആ പാരഡി ഗാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന ആ യോഗം വിലയിരുത്താൻ പോകുന്നു എന്നാണ് അറിയുന്നത്. ഇതാണ് പ്രധാന യോഗ തീരുമാനം. ഈ വിഷയത്തിൽ പരാതി നൽകാനും തീരുമാനമുണ്ടാകും. എന്തൊരു ഗതികേട് എന്നോർക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷം മുൻ MLA KC രാജഗോപാൽ പാർട്ടി ഏരിയ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചതും ആ യോഗത്തിൽ ഒരുപക്ഷെ ചർച്ചയായേക്കും. KC രാജഗോപാലിനോട് അങ്ങനെയാണെങ്കിൽ വിശദീകരണം തേടാനും ഒരു തീരുമാനമുണ്ടാകും. കാലുവാരൽ ആക്ഷേപം പരിശോധിക്കാൻ ഒരു കമ്മീഷനെയും വെച്ചേക്കും. എങ്കിലും ഒരു കാര്യം മാത്രം ചെയ്യില്ല. ഈ പറയുന്ന ചെമ്പുപാളികളും സ്വർണമോഷണവും ഒക്കെ നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല എന്നാണ് അറിയുന്നത്. എതിർ പാർട്ടിക്കാർക്കെതിരെ ഒരു പെറ്റി കേസ് എടുത്താൽ പോലും രാജിവെക്കാൻ പറയുന്ന CPM സ്വന്തം നേതാവ് സ്വർണമോഷണത്തിൽ, അതും ജനകോടികളുടെ വിശ്വാസ കേന്ദ്രമായ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതിൽ കുറ്റവാളി എന്ന് കണ്ടെത്തിയത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതേ പറയുന്ന പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ്. ആ ഒരു നടപടി എങ്ങാനും എടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേടിലും പ്രതിരോധത്തിലും CPM എത്തുമായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്തനംതിട്ട ജില്ലാ CPM-ന്റെ സെക്രട്ടറി രാജു എബ്രഹാം മാധ്യമങ്ങളിൽ വന്ന് നാണം കെടുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹം ഉണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന രാഷ്ട്രീയ ധാർമ്മികതയെല്ലാം ഒലിച്ചുപോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതൊക്കെ നല്ല നേതാക്കന്മാർക്ക് സംഭവിക്കുന്ന ജീർണതയാണ് കാണാനാകുന്നത്. കാരണം പാർട്ടിയെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയത് കഷ്ടം തന്നെയാണ്. ഏതായാലും ഈ പാട്ടിന്റെ പേരിൽ മാത്രം ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ചേരുന്ന യോഗങ്ങൾ CPM-നെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല.